നമുക്ക് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് പോകണം. അവിടെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഒരു മാസത്തിലേറെയായി അവിടെ സമരവുമായി രംഗത്തുണ്ട്. മണ്ണ് വാരി തിന്നുന്നു. അതെ അല്ല, അത്തരത്തിലൊരു സമരത്തിലേക്ക് വന്നിട്ടില്ല, അങ്ങോട്ട് പോകും. അവർ നിരാഹാര സമരത്തിലാണ്. ഇതിനു മുമ്പ് നിരവധി ഇത്തരം സമരങ്ങൾക്ക് വേദിയായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് നട. ഇപ്പോൾ LP അധ്യാപകർ, അതായത് LP സ്കൂളിൽ ജോലിക്ക് അർഹത നേടിയെന്ന് PSC അംഗീകരിച്ച ഉദ്യോഗാർത്ഥികൾ, അവർക്ക് ഇതുവരെയും ജോലി ലഭിച്ചിട്ടില്ല എന്നുള്ള വളരെ സങ്കടകരമായ കാര്യമാണ്. എത്രയോ ദിവസമായി പഠിക്കലിരിക്കുന്നു. ഇതിനു മുൻപ് ഒരു 3 ആഴ്ച മുൻപാണ് ഇത്തരത്തിൽ മണ്ണ് വാരി തിന്നുന്നതൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. പക്ഷെ അപ്പോൾ പോലും കണ്ണ് തുറന്നിട്ടില്ലാത്ത സർക്കാരാണ്. അപ്പോൾ നമുക്ക് അവരുടെ സമര വേദിയിലേക്ക് പോകാം. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം ഇരിക്കുന്ന LP സ്കൂൾ ടീച്ചേഴ്സ് ഉദ്യോഗാർത്ഥികളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാണ്. സമരം 33-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഞാൻ മനസ്സിലാക്കുന്ന പ്രശാന്ത് സെക്രട്ടേറിയറ്റ് നടയിലാണ്. സമരം നടത്തുന്നവർക്കൊപ്പമാണ് ഇന്ന് രാവിലെ അങ്ങോട്ടേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഇവർക്ക് പിന്തുണയുമായി യുവമോർച്ചയുടെ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും യുവമോർച്ചയുടെ മാർച്ച് നടക്കുക? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സമരപന്തലിലെത്തി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള വാർത്തകൾ നമ്മൾ നൽകിയതാണ്. അവരുടെ സമരം സർക്കാരിൻ്റെ കണ്ണ് തുറക്കാനാണ്. സർക്കാർ ഒരു ഓർഡറൊക്കെ ഇറക്കിയിരുന്നു. പക്ഷേ അവർ പറയുന്നത് പൊതുവിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് അവിടെ എത്തി തങ്ങൾക്ക് ഉറപ്പ് നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്താണ് സമരത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ, പ്രശാന്ത്? വിനോദ്, അശ്വതി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഒരു മാസം 33 ദിവസം ആയിരിക്കുന്നു LPST റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ സമരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തുണ്ടായില്ല. ന്യായമായ സമരം, തികച്ചും ന്യായമായ സമരം എന്ന് പൊതുസമൂഹം മുഴുവനും വിലയിരുത്തിയിട്ട് പോലും അധികൃതരുടെ കണ്ണ് ഇതുവരെ തുറക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളത്. ഇത്രയും ദിവസമായി ഈ ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരത്തിലാണ്. നിലവിൽ നേരം വെളുത്തതേയുള്ളൂ. ഉദ്യോഗാർത്ഥികൾ ഓരോരുത്തരായിട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. 33 ദിവസമാണ് ഈ സമരം പിന്നിടുന്നത്. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എയ്ഡഡ് നിയമനം PSCക്ക് വിടുക, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. ആ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ നിൽക്കുന്നത്. അർഹതപ്പെട്ട രീതിയിൽ പരീക്ഷ എഴുതി 1ഉം 2ഉം റാങ്ക് എല്ലാം പാസ്സായിട്ട് പോലും അവർക്ക് ആർക്കും നിയമനം ലഭിക്കുന്നില്ല. നിയമനം ലഭിക്കാതെ ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യം. അതാണ് ഈ പ്രത്യക്ഷ സമരത്തിലേക്കെല്ലാം ഇവരെ നയിച്ചതും. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം മഴയും ചൂടും വെയിലും കാറ്റും എല്ലാം ഏറ്റുകൊണ്ട് ഇങ്ങനെ സമരം ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുതന്നെയാണ് ഇവരേക്ക് എത്തിച്ചത്. നിരവധി പേരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഈ സമരത്തിനായിട്ട് ഉദ്യോഗാർത്ഥികൾ എത്തുന്നത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാനമായ രീതിയിൽ PSC സമരങ്ങളൊക്കെ നടന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. ആ പ്രതിപക്ഷ നേതാവ് ആ സമരപ്പന്തലിലെത്തുകയും സമരപ്പന്തലിലെത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ സംസാരിക്കുകയും താൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൻ്റെ സർക്കാർ UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ തീരുമാനമുണ്ടാക്കുമെന്ന അടക്കമുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തത് കേരള ജനത കണ്ടതാണ്. എന്നാൽ അതിനുശേഷമാണ് ഒരു വർഷം പിന്നിടുമ്പോൾ ആ സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ എത്തിയിരിക്കുന്നു. ആ VD സതീശൻ്റെ ഓഫീസ് തൊട്ട് മുന്നിലാണ്. ഇവിടെ നിന്നും വെളിപ്പാട് അകലെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തൊട്ട് മുന്നിലാണ് ഓഫീസ്. ആ ഓഫീസിന് മുന്നിൽ നിന്ന് വെളിപ്പാട് അകലെയുള്ള ദൂരത്തിലാണ് സമരം ഇരിക്കുന്നത്. മുഖ്യമന്ത്രി എന്നിട്ടും ഇവരെ ആരെയും കാണുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ശക്തമായ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. 33 ദിവസമാണ് ഈ സമരം പിന്നിടുന്നത്. ഉദ്യോഗാർത്ഥികളുടെ സമരം 33 ദിവസം പിന്നിടുകയാണ് സമരം. സർക്കാർ കണ്ടില്ലെന്ന് നടക്കുകയാണ്. ഈ വെയിലും മഴയും കാറ്റും എല്ലാം ഏറ്റുകൊണ്ട് പ്രതികൂല സാഹചര്യമൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ തുടരുകയാണ്. കണ്ണു തുറക്കുമോ സർക്കാർ? കണ്ണു തുറക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം നമ്മുടെ കേരള സമൂഹത്തിനും ഭരണകൂടത്തിനും ഏറ്റവും അപമാനകരമായൊരു സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട് നിന്ന് വന്ന ഒരു ടീച്ചർ, 2 കുട്ടികളുടെ അമ്മ ഇവിടെ 9ാമത്തെ ദിവസമാണ് നിരാഹാരം കിടക്കുന്നത്. ഒരു പറ്റം യുവതികളെയും കൂട്ടനിരാഹാരത്തിലേക്ക് അവർ തള്ളിവിട്ടിരിക്കുകയാണ്. ഇന്നലെ കൂട്ടനിരാഹാരം കിടന്നു. കുറച്ച് പേർക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് മുതൽ ഒരു 10 ആൾ
കൂട്ടനിരാഹാരം ദിവസവും തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാർ കണ്ണ് തുറക്കാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങളൊരു ജീവൻ വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയും റിസ്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു സ്ത്രീക്ക് ഒരു 9 ദിവസത്തിന് മേലെ ഇനി ടീച്ചറിൻ്റെ അവസ്ഥ ഇങ്ങനെ കൊണ്ടുപോയി എന്താവുമെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നമ്മുടെ സർക്കാർ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഞങ്ങൾക്ക് പരിഹാരം കണ്ടു തരികയും വേണം. പഠിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒരു കാര്യമല്ല ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തികച്ചും നീതിപരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ ഡിവിഷൻ 4 വരുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മുടെ സ്കൂളുകളിൽ 1:25 നടപ്പിലാക്കാനും പുതിയ തസ്തികകൾ അനുവദിക്കേണ്ട എന്ന വ്യവസ്ഥ ചെയ്യാനുമാണ് നമ്മൾ നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഞങ്ങൾക്ക് നടത്തി തന്നെ വേണം. അതുപോലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ്. ഒരിക്കലും ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും അത് ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച മറ്റു ആവശ്യങ്ങളും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ആ ആവശ്യങ്ങളും പരിഗണിക്കാവുന്നതാണ്, ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഒരു അവസരം സൃഷ്ടിക്കണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഞങ്ങൾക്ക് ഇനിയും ഇത് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണിത്. യെസ്, അത് തന്നെയാണ്. യെസ്, അങ്ങനെ തന്നെയാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ LP-ST റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടരുകയാണ്. 33 ദിവസമായി അവർ സമരം തുടരുന്നു. പക്ഷേ അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇവരുടെ ആവശ്യങ്ങൾ 2 മാസത്തിനകം അത് പഠിച്ചിട്ട് പരിഹാരം നൽകാമെന്നൊക്കെ ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കാത്തത് കൊണ്ട് അവർ സമരം തുടരുകയാണ്. മന്ത്രി തന്നെ നേരിട്ടെത്തി ഇവരുടെ കാര്യത്തിൽ, നിയമന കാര്യത്തിൽ ഒരു തീരുമാനം നൽകണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിളിപ്പാടകലെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആ സമരത്തിലിരിക്കുന്ന ആ കുട്ടികളുടെ പിറകിലുണ്ട്. പക്ഷേ ഡൽഹിയിൽ നടക്കുന്ന മൈലുകൾക്കകലെയുള്ള പ്രതിഷേധ വിളികൾ കേൾക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല വിനോദ്. അപ്പോൾ എന്തായാലും അവർ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സമരത്തിൽ ഏർപ്പെട്ടവർക്കൊക്കെ ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നും ഒരു കൂട്ടം ചെറുപ്പക്കാർ, യുവതികളൊക്കെ നിരാഹാരമിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ അമ്മ ഉൾപ്പെടെ അവിടെ നിരാഹാരമിരിക്കുന്നുണ്ട്. ട്രിപ്പിട്ട് പലരും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വേദനാജനകമായ കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലും ഉണ്ട് ഒരു ജന്തർ മന്ദർ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.